ഹായ് ഓൾ, എൻ്റെ പേര് ദേവഹരി എന്നാണ്. ഞാൻ കൊല്ലം കരുനാഗപ്പള്ളിയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഡിഗ്രി BA എക്കണോമിക്സ് ആയിരുന്നു. ഈ വന്ന CGL 2024 ടാക്സ് അസിസ്റ്റൻ്റ് ആയിട്ട് എനിക്ക് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്. ഞാനിവിടെ പഠിച്ചത് കർമ്മ അക്കാഡമി കൊല്ലത്തുനിന്നാണ്. ഞാൻ ആക്ച്വലി ഡിഗ്രി കഴിഞ്ഞപ്പം സാധാരണ ഒരു 90% സ്റ്റുഡൻസിനെ പോലെ വലിയ അംബിഷൻസ് ഒന്നുമില്ല. എന്തെങ്കിലും ഒരു ജോലി കിട്ടണം എന്നുള്ള ഒരു പ്ലാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലാതെ ഒരു ഗവൺമെൻറ് ജോബ് എന്നുള്ള അങ്ങനെ ഒരു പാഷനേറ്റ് ഒന്നും അല്ലായിരുന്നു ഞാൻ. അപ്പം തുടങ്ങിയപ്പം ഞാൻ എല്ലാവരും ഇപ്പോൾ പോകുന്ന പോലെ തന്നെ UK, കാനഡ അങ്ങനെ ഏതെങ്കിലും ഒരു എബ്രോഡ് പോവുക, അവിടെ പോയി സെറ്റിൽ ആവുക, അവിടെ പോയി ജോലി ചെയ്യുക, ആ ഒരു മൈൻഡ് സെറ്റിലായിരുന്നു ഞാൻ തുടങ്ങിയത് തന്നെ. ഡിഗ്രി കഴിഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് ആ ഒരു മൈൻഡ് സെറ്റായിരുന്നു. അത് കഴിഞ്ഞൊരു 6 മാസമൊക്കെ കഴിഞ്ഞപ്പം എനിക്കൊരു ബ്രേക്ക് ഉണ്ടായി. ഡിഗ്രി കഴിഞ്ഞിട്ടൊരു ബ്രേക്ക് ഉണ്ടായി. ആ സമയത്തായിരുന്നു ഞാൻ IELTS ഒക്കെ പാസ്സായി അങ്ങനെ പുറത്ത് പോകാമെന്നുള്ള ഒരു മൈൻഡ് സെറ്റ് നിൽക്കുമായിരുന്നു. പിന്നെ എനിക്ക് തോന്നി എന്തായാലും ഒരു 2 വർഷം നാട്ടിൽ നിന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഒരു ഗവൺമെൻറ് ജോബ് നോക്കാം. കാരണം വീട്ടിൽ നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു, ഒരു ഗവൺമെൻറ് ജോബ് ക്വാളിഫൈ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ SSC പ്ലസ് ബാങ്കിങ് ആയിരുന്നു ഞാൻ അന്ന് നോക്കിയത്. ഇത് രണ്ടും നോക്കാമെന്ന് വിചാരിച്ചാൽ. പിന്നെ പയ്യെ ബാങ്കിനോടുള്ള അങ്ങോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയില്ല. SSCയിലോട്ടായി കോൺസെൻട്രേഷൻ മൊത്തം. അങ്ങനെയാണ് ഞാനിപ്പോൾ ഈ 2 വർഷമായിട്ട് SSC കോച്ചിങ്ങും അതുമായിട്ടുള്ള പഠനത്തിൻ്റെ പുറകിലാണ്. ഞാൻ ആദ്യം പുറത്ത് പോകണം എന്നുള്ളത്, എനിക്കൊരു ജോബ് കിട്ടണം എന്നുള്ളൊരു മാത്രം എയിമായിരുന്നു. എന്തെങ്കിലും ഒരു ജോലി നേടുക. ഡിഗ്രി കഴിഞ്ഞു, 22 വയസ്സായി. അപ്പം ഇനി ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഒരു ജോബ് കിട്ടി സെറ്റിൽ ആവണം. അല്ലാതെ എനിക്ക് പാഷനൊന്നും ഇല്ലായിരുന്നു ആ സമയത്ത്. എനിക്ക് സത്യം പറഞ്ഞ ഒരു പാഷനും ഇല്ലായിരുന്നു. പിന്നെ പയ്യെയാണ് എനിക്ക് ആ ഒരു പാഷൻ തോന്നി തുടങ്ങിയത്. എനിക്ക് മനസ്സിലായി പുറത്ത് പോയി ഒരു ഏതെങ്കിലും ഒരു ജോലി ചെയ്ത് ജീവിക്കാനുള്ളതല്ല. എന്തെങ്കിലും ഒരു ലൈഫിൽ എന്തെങ്കിലുമൊക്കെ നേടണമെങ്കിൽ നാട്ടിൽ നിന്ന് ശ്രമിക്കണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ആദ്യം വന്നപ്പം ഒരു ജോബ് മാത്രം ആയിരുന്നു എൻ്റെ ഒരു ലക്ഷ്യം. പിന്നാണ് ആ ഒരു പാഷനിലേക്ക് പോയത്. ഒരു ഗവൺമെന്റ് ജോബ്, അതിന് കിട്ടുന്ന ഒരു പ്രസ്റ്റീജ്, അതിന് കിട്ടുന്ന ഒരു സോഷ്യൽ സ്റ്റാറ്റസ്, അതെല്ലാം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അല്ലാതെ വെറുതെ ഒരു ജോലി എന്നുള്ളൊരു ലക്ഷ്യം മാത്രമല്ലായിരുന്നു. അങ്ങനെ ഒരു ലക്ഷ്യം എനിക്ക് ഉണ്ടായിരുന്ന ഞാൻ തീർച്ചയായിട്ടും ഇവിടെ നിൽക്കുന്നതിനേക്കാളും കൂടുതൽ ഞാൻ പുറത്തു പോകാനേ ശ്രമിക്കത്തുള്ളായിരുന്നു. ഇവിടെ നിൽക്കേണ്ട ഒരു ആവശ്യം എനിക്കില്ലായിരുന്നു. പക്ഷെ പിന്നെ അതിനോടുള്ളൊരു പാഷൻ, അതിനോടുള്ള ഇഷ്ടം കൊണ്ടിട്ട് മാത്രമാണ് ഞാൻ ഒരു ഗവൺമെന്റ് ജോബ് വേണം എന്നുള്ള ഒരു ആഗ്രഹത്തിലോട്ട് വന്നത്. പഠിച്ചു തുടങ്ങിയപ്പോൾ എന്തൊക്കെ ഡിഫിക്കൽട്ടീസ് ആയിരുന്നു ദേവഹരി ഫേസ് ചെയ്തത്? തുടക്കത്തിൽ ആദ്യം തന്നെ എനിക്ക് ഫേസ് ചെയ്തൊരു ഡിഫിക്കൽട്ടി എന്ത് പഠിക്കണം എന്നുള്ളതായിരുന്നു. എന്തെടുക്കണം, SSC വേണോ, PSC വേണോ, ബാങ്ക് വേണോ എന്നുള്ളതായിരുന്നു എൻ്റെ ആദ്യത്തെ ഏറ്റവും വലിയ ഡിഫിക്കൽട്ടി അല്ല, അതൊരു ക്വസ്റ്റ്യൻ മാർക്കായിരുന്നു, എന്ത് വേണം എന്നുള്ളത്. കാരണം എനിക്കിതിനെ പറ്റിയൊന്നും അറിയത്തില്ലായിരുന്നു. അതായിരുന്നു ആദ്യത്തെ ഡിഫിക്കൽട്ടി. രണ്ടാമത് ഒന്നെന്ന് പറഞ്ഞാൽ പഠിത്തത്തിലേക്ക് വന്നപ്പോൾ മാത്സ് തന്നെ ആയിരുന്നു. ഒരുപാട് സ്റ്റുഡൻസിനുള്ള പോലെ തന്നെ മാത്സ് ആയിരുന്നു എൻ്റെ ഏറ്റവും വലിയ ഡിഫിക്കൽട്ടി എന്ന് പറഞ്ഞത്. ഞാൻ മാത്സിന് ഒരു വീക്കായിട്ടുള്ള സ്റ്റുഡൻ്റ് ആയിരുന്നു, ഒരു ബ്രൈറ്റ് സ്റ്റുഡൻ്റ് ഒന്നും അല്ല. ഒരു കാര്യത്തിന് ഞാൻ ബ്രൈറ്റ് സ്റ്റുഡൻ്റ് ഇല്ല, ഒരു ആവറേജ് എന്നേ ഉള്ളായിരുന്നു. പിന്നെ മാത്സ് ഒക്കെ ആദ്യം ഫോളോ ചെയ്യാൻ കുറേ പാടുപെട്ടു. പിന്നെ വന്നൊരു ഡിഫിക്കൽട്ടി എന്ന് പറഞ്ഞാൽ ഈ ഒരുപാട് നേരം ഇരുന്ന് പഠിക്കുക എന്നുള്ളൊരു ഡിഫിക്കൽട്ടി. ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ക്രാക്ക് ചെയ്യണമെങ്കിൽ എന്നും ഡെയിലി കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇരുന്ന് 6 മണിക്കൂർ ഒക്കെ നമ്മൾ വർക്ക് ചെയ്തേ പറ്റൂ. അല്ല നമുക്ക് ഒരിക്കലും റിസൾട്ട് ഉണ്ടാകത്തില്ല. എക്സാമിൻ്റെ തലേ ദിവസം പഠിച്ചിട്ട് റിസൾട്ട് ഒരിക്കലും നമുക്ക് കിട്ടത്തില്ല. അപ്പം കോളേജിലൊക്കെ അത്രയും എൻജോയ് ചെയ്ത് ചില്ലടിച്ച് ഭയങ്കര ആ ഒരു ജോളി വൈബിൽ വന്നിട്ട് പെട്ടെന്ന് നമ്മൾ 6 മണിക്കൂറൊക്കെ പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. കാരണം എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല. ട്രൈ ചെയ്യുന്നുണ്ട്, എനിക്ക് ആഗ്രഹമുണ്ട് 3-4 മണിക്കൂർ ഇങ്ങനെ കുത്തിയിരുന്ന് പഠിക്കണമെന്നുള്ളത്. പക്ഷെ എനിക്കത് പഠിക്കാൻ പറ്റുന്നില്ല. ആദ്യത്തെ ഒരു 6 മാസത്തോളം എനിക്ക് ആ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കുറച്ച് പഠിക്കുമ്പോൾ തന്നെ എണീറ്റ് പോയി കുറച്ച് നേരം ഫോൺ നോക്കി, റീലൊക്കെ നോക്കി TV കാണാനേ തോന്നത്തുള്ളൂ. അത്രയും നേരം ഇങ്ങനെ കുത്തിയിരുന്ന് പഠിക്കാനുള്ള ഒരു കൺസിസ്റ്റൻസി എനിക്കില്ലായിരുന്നു. അതായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് മാറ്റിയെടുക്കേണ്ട ഒരു ഡിഫിക്കൽട്ടി ആയിട്ട് തോന്നി. എങ്ങനെ അത് മാറ്റിയെടുത്തത് പയ്യെ തന്നെ മാറ്റിയെടുത്തത്. ആദ്യം ഒരു ദിവസം 15 മിനിറ്റ് ഇരിക്കാൻ പറ്റുന്നുള്ളെങ്കിൽ പയ്യെ അരമണിക്കൂറാക്കി, പിന്നെ 1 മണിക്കൂറാക്കി. പിന്നെ നമുക്ക് ആ ഒരു വാശി കയറി. കൂടെ ഉള്ളവർക്കൊക്കെ നല്ല മാർക്ക് കിട്ടുന്നു, സ്കോർ ചെയ്യുന്നു, നമ്മൾ പുറയിലായി പോകുന്നുള്ളൊരു പേടി. ആ ഒരു പേടിയും പിന്നെ നമുക്ക് സമയം പോയിക്കൊണ്ടിരിക്കുക. ഓരോ എക്സാം കഴിയുമ്പോഴും, ഒരു എക്സാം കഴിഞ്ഞതിൻ്റെ അടുത്ത വർഷമുള്ള എക്സാം, അപ്പോൾ ഒരു സമയം പോകുന്നുള്ളൊരു പേടിയും ഒക്കെ കൊണ്ട് പിന്നെ ആ ഒരു എത്രയും പെട്ടെന്ന് ജോലിക്ക് കയറുക. കാരണം നമ്മൾ എത്ര നാൾ ഇത് നീട്ടിക്കൊണ്ട് പോകുന്നു അത്രയും നാൾ നമുക്ക് ആ ഒരു മടുപ്പ് നമ്മുടെ മൈൻഡിലോട്ട് വരുത്തതേ ഉള്ളൂ. എത്രയും പെട്ടെന്ന് നമുക്ക് കയറി പോകുന്നു അത്രയും എളുപ്പമായത്. നമ്മൾ ലേറ്റ് ആക്കും തോറും നമ്മുടെ സ്ട്രഗിൾ തന്നെയാണ് കൂടുന്നത്. നമുക്ക് ബോറടിക്കാൻ തുടങ്ങും, നമുക്കൊരു മടുപ്പ് വരാൻ തുടങ്ങും. അപ്പം എനിക്ക് തന്നെ മനസ്സിലായി ഞാനിത് വെച്ച് താമസിച്ച് കഴിഞ്ഞാൽ ഞാൻ തന്നെ അനുഭവിക്കാൻ പോകുന്നത്. അങ്ങനെ പയ്യെ മാറ്റി. മാത്സ് അതിലുള്ള ഡിഫിക്കൽട്ടി എങ്ങനെ ഓവർകം ചെയ്തത്?
ആദ്യം തന്നെ മാത്സിനോടുള്ളൊരു കോൺസെപ്റ്റ്, മാത്സ് എന്താണെന്ന് വേറൊരു അപ്രോച്ചിൽ എനിക്ക് മനസ്സിലായി തുടങ്ങി. നമ്മൾ പണ്ട് ഇപ്പോൾ സ്കൂളിലൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു കൺവെൻഷണൽ രീതിയിൽ നിന്ന് മാറി ഒരു പുതിയൊരു അപ്രോച്ച്, ഒരു ഷോർട്ട് കട്ട്സും ഒക്കെ വെച്ച് നമുക്ക് പെട്ടെന്ന് എങ്ങനെ ആൻസർ കിട്ടും. അതായത് ഇവിടെ ആൻസറിലേക്ക് എങ്ങനെ എത്തി എന്നുള്ളതല്ല, ആൻസർ എന്താണെന്നുള്ളതിലോട്ടുള്ള അത് മാത്രമേ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയി മാറി. അപ്പോൾ പെട്ടെന്ന് നമുക്ക് മാത്സ് എന്നുള്ളൊരു ടോപ്പിക്ക് തീർക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. അല്ലാതെ പഴയ പോലെ സ്റ്റെപ്പ് എഴുതി ആ ഒരു തിയറി ബേസ്ഡ് ആയിട്ട് നമ്മൾ ചെയ്യാതെ, അല്ലെങ്കിൽ ലോങ് മെത്തേഡ്സ് യൂസ് ചെയ്യാതെ പെട്ടെന്ന് മാത്സ് ചെയ്തു തുടങ്ങിയപ്പോൾ അത് കുറച്ചും കൂടെ നമുക്ക് ഇഷ്ടപ്പെട്ടു തുടങ്ങി. ഒരു സബ്ജക്റ്റ് നമ്മൾ ഇഷ്ടപ്പെട്ടു തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് അതിനോടുള്ള ഡിഫിക്കൽട്ടീസ്, അപ്പോൾ എന്തുമാത്രം പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് ആ ഒരു സബ്ജക്റ്റിനോട് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അതെല്ലാം ഓവർകം ചെയ്യാൻ പറ്റും. അതിനുള്ളൊരു ഇൻട്രസ്റ്റ് ബിൽഡ് ചെയ്തെടുത്താൽ മാത്രം മതി. എത്ര പാടുള്ള ടോപ്പിക് ആണെങ്കിലും നമുക്ക് പെട്ടെന്ന് തന്നെ അത് കവർ ചെയ്ത് എടുക്കാനും പറ്റും. ഞാൻ വിശ്വസിക്കും. സ്കൂളിൽ മാത്സ് ഈസി ആയിരുന്നു. മാത്സ് ചിലപ്പോൾ ഈസി ആകാം, പക്ഷെ എനിക്ക് അത് പറ്റുന്നില്ലായിരുന്നു. ഈസി ആയിട്ടുള്ളത് പോലും എന്നെ സംബന്ധിച്ചത് ഈസി അല്ലായിരുന്നു. എനിക്ക് കുറച്ച് ഡിഫിക്കൽട്ട് തന്നെ ആയിരുന്നു. ഞാൻ കുറച്ച് സ്ട്രഗിൾ ചെയ്തൊരു ആൾ തന്നെ. എനിക്ക് ആ ഒരു കോൺസെപ്റ്റ് ക്ലാരിറ്റി കിട്ടാത്തതുകൊണ്ടാണോ, അത് അന്ന് എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലാവാത്തതുകൊണ്ട് എനിക്കറിയില്ല എന്തുകൊണ്ടാണെന്ന്. പക്ഷെ സ്കൂൾ ടൈമിൽ എനിക്ക് മാത്സ് പാടുള്ള ഒരു സബ്ജക്റ്റ് തന്നെ ആയിരുന്നു. നമ്മളെപ്പോഴും പറയുന്നൊരു പേടി സ്വപ്നം എന്നൊക്കെ പറയും, മാത്സ് എക്സാമിൻ്റെ തലേന്ന് ആ ഒരു സംഭവമായിരുന്നു. ഇപ്പൊ പക്ഷെ എനിക്കതങ്ങനെ അല്ല. എന്ത് ഡിഫറൻസ് പ്രിപ്പറേഷൻ സമയത്ത് വന്നത്, മാത്സിനോടുള്ള അപ്രോച്ചിൽ വന്ന് അത് ഈസി ആയത് എന്തുകൊണ്ടാണ്? മെയിനായിട്ട് മാത്സ് എന്നുള്ളതൊരു നീണ്ടു നിവർന്ന് കിടക്കുന്ന ഒരു സബ്ജക്റ്റ് അല്ലാതെ ഒരു ചെറിയ സബ്ജക്റ്റ്. ഇപ്പൊ SSC സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ SSCക്ക് മാത്സ് എന്നുള്ളതൊരു സിലബസ് ചെറുതാ. നമുക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന മാത്സ് തന്നെ ഒരു 6 മാസം കൊണ്ട് നമുക്ക് പെട്ടെന്ന് ആ ഒരു പ്രാക്ടീസ് മാത്രം മതി. കോൺസെപ്റ്റ് കുറച്ചേ ഉള്ളൂ. നമുക്ക് വിചാരിക്കുന്ന അത്രയും വലിയ കോൺസെപ്റ്റും കാര്യങ്ങളും ഒന്നുമില്ല, വലിയ സിലബസ് അല്ല. മെയിൻ ഒരു ആവശ്യം എന്ന് പറഞ്ഞാൽ ഇവിടെ മാത്സ് പഠിക്കുന്നതല്ല, മാത്സിലെ സ്പീഡ് ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ട്. ആർക്കും പഠിച്ചെടുക്കാവുന്ന മാത്സ് തന്നെ. പിന്നെ അതിൻ്റെ ഒരു സ്പീഡ് ഇമ്പ്രൂവ് ചെയ്യുക, അതിനുള്ള ഷോർട്ട് കട്ട്സ്, പുതിയ ഫോർമുലാസ്, നമുക്ക് എങ്ങനെ അത് പെട്ടെന്ന് ഒരു ആൻസർ സോൾവ് ചെയ്യാം, എത്രയും പെട്ടെന്ന് ചെയ്യാം, ആർക്കും ചെയ്ത് തീർക്കാൻ പറ്റും. ഇപ്പം ഒരു SSCയിൽ ഒരു പ്രിലിംസിൻ്റെ മാത്സ് 25 ക്വസ്റ്റ്യൻ ആരെ കൊണ്ടും പറ്റും ചെയ്യാൻ. കുറച്ച് പ്രാക്ടീസ് ഉള്ള ആരെ കൊണ്ട്, കാരണം 10th ലെവലിലെ മാത്സ് ആണ്. 10th വരെ മാത്സ് പഠിച്ചിട്ടുള്ള ഒരാൾക്ക് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ ഡിഫറൻസ് ഇരിക്കുന്ന ഒരാൾ അത് 3/4 മണിക്കൂർ കൊണ്ട് തീർക്കുന്നു, മറ്റേ ആൾ 10-15 മിനിറ്റ് കൊണ്ട് മാത്സ് തീർത്തിട്ട് അടുത്ത സെക്ഷനിലോട്ട് ഇറങ്ങുകയാണ്, അടുത്ത സെക്ഷനിലോട്ട് വന്നിട്ട് അടുത്ത റീസണിങ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് ചെയ്യുന്നു. അവിടാണ് നമ്മുടെ ഒരു ഡിഫറൻസ് ഇരിക്കുന്നത്. എല്ലാവരെ കൊണ്ടും ചെയ്യാൻ പറ്റുന്ന മാത്സ് തന്നെ, പക്ഷെ അത് പെട്ടെന്ന് തീർക്കുന്നതിലും സ്പീഡായിട്ട് ചെയ്ത് തീർക്കുന്നതിലുമാണ് ആ മാക്സിമം ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യുക. അതിലാണ് നമ്മുടെ ഒരു സീക്രട്ട് ഇരിക്കുന്നത്. ഇതല്ലാതെ മാത്സ് ഉള്ള ഡിഫിക്കൽട്ടി അല്ലാണ്ട് കോമ്പറ്റേറ്റീവ് എക്സാമിന് വേറെ എന്തെങ്കിലും ഡിഫിക്കൽട്ടി ദേവഹരി ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു? പിന്നെ വരുന്ന ഡിഫിക്കൽട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം GK കാണാപ്പാടമൊക്കെ പഠിക്കുക എന്നുള്ളത് ഇച്ചിരി പാടായിരുന്നു. ഇപ്പോഴും എന്നെ സംബന്ധിച്ച് GK ഞാൻ ഇപ്പോഴും വീക്ക് തന്നെ. കുറച്ച് GK അറിയാം, കുറച്ച് മനസ്സിലാക്കി ഞാൻ പഠിച്ചിട്ടുണ്ട്. അതല്ലാതെ പല GK ടോപ്പിക്സ് വരുമ്പോഴാണെങ്കിലും എല്ലാം ഈ കാണാപ്പാടം പഠിച്ച് എങ്ങനെ വെക്കും എന്നുള്ളത്, അത് പഠിക്കുന്നതിനേക്കാളും പാട് അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണ്. ഇത്രയും വലിയൊരു സാധനം, ഇപ്പോൾ ഡാൻസ് ഫോംസ് അല്ലെങ്കിൽ ഫെസ്റ്റിവൽസ്, ഇങ്ങനെയൊക്കെയുള്ള ടോപ്പിക്സ്, ഇതെല്ലാം എങ്ങനെ പഠിക്കും ഒരു മനുഷ്യൻ? ഇത്രയും സ്റ്റേറ്റുകൾ, 28 സ്റ്റേറ്റുകളുണ്ട്. ആ 28 സ്റ്റേറ്റിലെ ഡാൻസ് ഫോംസ് എല്ലാം കൂടെ എങ്ങനെ ഞാൻ കാണാപാഠം പഠിക്കും? അതായിരുന്നു എനിക്ക് വലിയൊരു പേടി. പിന്നെ കുറച്ച് ഞാൻ പഠിച്ചു, എന്നെ കൊണ്ട് പറ്റുന്നത് പഠിച്ചു, പിന്നെ പറ്റാത്തത് സ്കിപ്പ് ചെയ്യാൻ പഠിച്ചു. അല്ലാതെ ചുമ്മാ കയറി കറക്കി കുത്തി നെഗറ്റീവ് അടിക്കാതെ പറ്റുന്നത് മാത്രം പഠിച്ചിട്ട് ബാക്കി എന്നെ കൊണ്ട് പറ്റുന്ന ടോപ്പിക്സ്, ഇപ്പം GKയിലാണേലും ഇംഗ്ലീഷിലാണേലും എന്നെ കൊണ്ട് പറ്റുന്ന ടോപ്പിക്സ് സ്ട്രോങ് ആക്കുക എന്നുള്ളതായിരുന്നു ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്തത്. പറ്റാത്ത ടോപ്പിക്സ് മാറ്റി വെക്കുക, അതെനിക്ക് പറ്റുന്നില്ല, ശരി, അതിനി കഷ്ടപ്പെട്ട് സമയം കളയാതെ പറ്റുന്നത് ഞാൻ സ്കോർ ചെയ്യുന്ന ഏരിയാസ് എവിടാണോ അതിൽ മാക്സിമം സ്കോർ ചെയ്യുക എന്നുള്ളത് തന്നെയായിരുന്നു എൻ്റെ എയിം. അപ്പോൾ ഈ ഡിഫിക്കൽട്ടീസ് ഓവർകം ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്ത് അപ്പോൾ ഉപയോഗിച്ചിട്ടുള്ള സ്ട്രാറ്റജികൾ എന്തൊക്കെയായിരുന്നു? എൻ്റയർ ഈ ഒരു പ്രിപ്പറേഷൻ ജേർണിയിൽ ഫേസ് ചെയ്ത ഡിഫിക്കൽട്ടികൾ എന്തൊക്കെയായിരുന്നു? അത് ഓവർകം ചെയ്യാൻ ഉപയോഗിച്ച സ്ട്രാറ്റജികൾ എന്തായിരുന്നു? മെയിനായിട്ട് ഞാൻ ഉപയോഗിച്ച സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, നോട്ട് മേക്കിംഗ് ആണ്. നമുക്ക് ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് എനിക്ക് പറ്റാത്ത ടോപ്പിക്സ് അല്ലെങ്കിൽ എനിക്ക് അറിയാത്ത ടോപ്പിക്സ് ഇതിനെപ്പറ്റി എല്ലാം ഞാൻ നല്ല രീതിയിൽ നോട്ട് പ്രിപ്പയർ ചെയ്തു.
മാത്സ് ആണെങ്കിലും GK ആണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും എല്ലാത്തിനും ഞാൻ നോട്ട് മാറ്റി സിസ്റ്റമാറ്റിക്കായിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട്. വേറെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല പോലും കറക്റ്റായിട്ട് ഞാൻ നോട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കാരണം എന്നാണേലും എനിക്കൊന്ന് റെഫർ ചെയ്യാനായിട്ട് എന്തെങ്കിലും ഒരു മെറ്റീരിയൽ വേണം. ചുമ്മാതെ പഠിച്ചിട്ട് പുകയായി പോകരുതല്ലോ. അപ്പം ഞാൻ പഠിച്ച കാര്യങ്ങൾ, അതിപ്പോൾ മാത്സിലാണേലും ഞാൻ ഓരോ ടോപ്പിക്കിനും ഓരോ ടോപ്പിക് വൈസ് ഞാൻ നോട്ട് എഴുതി മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് ബുദ്ധിമുട്ടുള്ള ടോപ്പിക്സ് എന്തൊക്കെയാണെങ്കിലും അതിനൊക്കെ ഒരുപാട് റിവൈസ് ചെയ്ത് ഞാൻ, ഇപ്പം 1, 2, 3 വട്ടമൊന്നും അല്ല, ഒരുപാട് വട്ടം ഞാൻ റിവൈസ് ചെയ്തു. ചില ടോപ്പിക്സ് ഇപ്പം മാത്സിലാണേലും GK-ലാണേലും ഇംഗ്ലീഷിലാണേലും ഒക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എത്ര നോക്കിയിട്ടും അങ്ങോട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റത്തില്ല. ആ ഒരു ടോപ്പിക്കിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റില്ല. നോട്ട് ഉണ്ടാക്കി അത് പഠിച്ച് റിവൈസ് ചെയ്ത് ഓരോ റിവിഷൻ കഴിയുമ്പോഴും ഏതെങ്കിലും ഒരു ടെസ്റ്റ് ചെയ്ത് നോക്കി, ടെസ്റ്റിനകത്ത് സ്പീഡ് ഉണ്ടോ എന്നും കൂടെ ചെക്ക് ചെയ്ത്, ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും, പക്ഷേ ആ ഒരു തന്നിരിക്കുന്ന ഒരു ടൈം ഫ്രെയിമിൽ 1 മിനിറ്റിൽ അല്ലെങ്കിൽ 1.5 മിനിറ്റിനുള്ളിൽ മാക്സിമം ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് തീർക്കാൻ പറ്റുമെന്നുള്ളത്. ഇപ്പോൾ GK-ലാണെങ്കിൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ വായിച്ചിട്ട് എനിക്കത് കറക്റ്റ് മനസ്സിലാക്കി പെട്ടെന്ന് തന്നെ ചെയ്തു പോകാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത്, അത് മാസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ നോട്ട് ഉണ്ടാക്കി, അത് കറക്റ്റായിട്ട് ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് ഞാൻ നോട്ട് ഉണ്ടാക്കി അത് ഫോളോ ചെയ്തത്. ഇപ്പോൾ ഈ എക്സാം ജേർണിയിൽ, എൻ്റയർ എക്സാം ജേർണിയിൽ ഉണ്ടായിരുന്ന ബെസ്റ്റ് പ്രാക്ടീസുകൾ എന്താണ്? ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഇന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ട് എനിക്ക് പെട്ടെന്ന് കുറച്ച് ഇമ്പ്രൂവ്മെൻ്റ് അധികം വരുത്താൻ പറ്റി, എനിക്ക് ഇത് കുറച്ചുകൂടെ ഹെൽപ്ഫുള്ളായി എന്ന് തോന്നിയിട്ടുള്ള ബെസ്റ്റ് പ്രാക്ടീസസ് എന്തായിരുന്നു ലഹരിയുടെ? ആദ്യത്തെ ബെസ്റ്റ് പ്രാക്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ലാസ് റൂമിൽ ഇരുന്ന് പഠിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു. വീട്ടിൽ ചുമ്മാ കുത്തിയിരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്നെ അളക്കാൻ പറ്റത്തില്ലായിരുന്നു. ഞാൻ ബാക്കിയുള്ളവരെ സംബന്ധിച്ച് എന്തുമാത്രം പ്രോഗ്രസ്സും ഞാൻ നടത്തി എന്നുള്ളത് എനിക്ക് അളക്കാൻ പറ്റിയത് പോലും ഒരു ക്ലാസ് റൂമിലിരുന്നു എന്നും സിസ്റ്റമാറ്റിക്കായിട്ട്. ഇപ്പം ചില ദിവസം ഞാൻ വന്നിട്ടില്ല, പക്ഷെ എന്നാൽ പോലും എന്നും വന്നിരുന്ന് മുടങ്ങാതെ ക്ലാസ്സിൽ വന്നിരുന്ന് പഠിക്കുക, കൂടെ എല്ലാവരുടെയും കൂട്ടിരുന്ന് പഠിക്കുക, അതായിരുന്നു എനിക്ക് വളരെ എന്നെ സഹായിച്ചായിട്ട് തോന്നിയത്. കാരണം അതുകൊണ്ട് തന്നെ എനിക്ക് ഓരോ മോക്ക് ടെസ്റ്റും ഇവിടെ ക്ലാസ്സിലിടുന്ന ഓരോ മോക്ക് ടെസ്റ്റുകളും ചെയ്യുമ്പം എനിക്കറിയാൻ പറ്റി ബാക്കിയുള്ളവരെ വെച്ച് നോക്കുമ്പോൾ ഞാൻ എവിടം വരെ എത്തി, അല്ലെങ്കിൽ എനിക്കിനി എന്തുമാത്രം ഇമ്പ്രൂവ് ചെയ്യാനുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായത് ഇവിടെ വന്നിരുന്ന് ഞാൻ പഠിച്ചപ്പോഴാണ്. പിന്നെ ഞാൻ എന്നെക്കൊണ്ട് ഞാൻ വീക്കായിട്ടുള്ള ഒരു ടോപ്പിക് ഉണ്ടെങ്കിൽ അത് ഞാൻ കവർ ചെയ്യുക തന്നെ ചെയ്യും. കുറച്ച് ടൈം എടുത്തിട്ടാണെങ്കിൽ തന്നെ അത് അവസാനം ടൈം എത്ര, ഇപ്പം ചിലപ്പോൾ 2-3 ആഴ്ച എടുക്കുന്നത്, അത് വെച്ച് നോക്കി അതിനകത്ത് എന്തുമാത്രം ഇമ്പ്രൂവ്മെന്റ് വരുത്തണമെന്ന് ഞാൻ അസസ് ചെയ്തിട്ടാണ് ഞാൻ അത് സോൾവ് ചെയ്തത്. അല്ലാതെ ഒരിക്കലും ഒരു സാധനവും എനിക്കറിയാതെ പകുതി പഠിച്ചിട്ട് ഞാൻ പോയി എഴുതാറില്ല. തുടക്കത്തിലൊക്കെ എനിക്ക് ആ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇച്ചിരി ഇപ്പം മാത്സ് ആണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും അവിടെ ഇവിടെയൊക്കെ ഇച്ചിരി പഠിച്ചിട്ട് പോയി എക്സാം എഴുതും. എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ അതല്ലെങ്കിൽ എൻ്റെ കാര്യം തീർന്ന്, എനിക്കതിനകത്ത് മാർക്കും കിട്ടത്തില്ല, ഉള്ള മൈനസ് അടിച്ച് കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ എനിക്ക് മനസ്സിലായി, ഒരു ടോപ്പിക്ക് ഞാൻ പഠിക്കുവാണെങ്കിൽ തന്നെ അതിപ്പം ഏത് സബ്ജക്റ്റ് ആണെങ്കിലും അത് പൂർണ്ണമായും കവർ ചെയ്യാതെ പകുതി നോക്കി പോയിട്ട് കാര്യമില്ലെന്നുള്ളത് മനസ്സിലായി. SSC ജോബുകൾ അല്ലെങ്കിൽ റെയിൽവേ എക്സാമുകൾ, ഇത് PSC എക്സാമുകൾ, ഇത് രണ്ടും വെച്ച് നോക്കുമ്പോൾ ഏത് എക്സാമിനാണ് കുറച്ചുകൂടെ പ്രിഫറൻസ് ദേഹരി കൊടുക്കുന്നത്? എന്തുകൊണ്ട്? ഞാൻ SSC പറയത്തുള്ളൂ, വേറൊന്നും കൊണ്ടിട്ടല്ല. ഇപ്പോൾ PSC എന്നൊക്കെ പറഞ്ഞാൽ PSC മോശമാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. PSC നല്ല സ്റ്റാൻഡേർഡുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇപ്പോൾ സെറ്റ് ചെയ്യുന്നത്. പക്ഷേ SSCയിലാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ പെട്ടെന്ന് ജോലി വേണ്ട ഒരാളാണെങ്കിൽ ഒരു SSC അല്ലെങ്കിൽ ബാങ്ക് ഒക്കെ നോക്കുന്നതായിരിക്കും നല്ലത്. PSCയിലൊക്കെ എനിക്ക് തന്നെ അറിയാം, ഒരുപാട് പേര് റാങ്ക് ലിസ്റ്റിലൊക്കെ ഇരുന്നിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ട് വിളിക്കുന്നില്ല എന്നൊക്കെ പറയാം. SSCയിൽ ആ ഒരു ബുദ്ധിമുട്ടില്ല. നമ്മൾ ലിസ്റ്റിലുണ്ടെങ്കിൽ നമുക്ക് ജോലിയുണ്ട്, ആ ഒരു ഉറപ്പുണ്ട് നമുക്ക്. നമ്മൾ ചെയ്ത വർക്കിന് പെട്ടെന്ന് തന്നെ റിസൾട്ട് ഉണ്ടാകും എന്ന് നമുക്കൊരു തോന്നൽ വരും. മറ്റേതിനൊക്കെ ചിലപ്പം ആ ഒരു കുറച്ച് നാൾ എടുക്കും നമുക്ക് ആ റിസൾട്ട് കിട്ടാൻ. നമ്മുടെ ടൈമാണ് പോകുന്നത്. നമുക്ക് ടൈം വേസ്റ്റ് ആവാതെ പെട്ടെന്ന് തന്നെ ഒരു റിസൾട്ട് കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ SSC ആയിരിക്കും പ്രിഫർ ചെയ്യുന്നത്. പിന്നെ ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് കാണും, ഓരോ സബ്ജക്റ്റിനോടുള്ള ഒരു ടേസ്റ്റ് കാണും, അതും നമ്മൾ അളക്കണം. ഏത് രീതിയിലുള്ള, ഇപ്പം GK ഒക്കെ കൂടുതൽ ഇഷ്ടമുള്ളവരാണെങ്കിൽ സൈഡിൽ നിങ്ങൾ SSC നോക്കിക്കോ, പക്ഷെ അതിൻ്റെ കൂടെ സൈഡിൽ PSC കൂടെ നോക്കുന്നതല്ല. മാത്സിനും റീസണിങ്ങിനൊക്കെ ഭയങ്കര സ്പീഡുള്ള ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ബാങ്ക് ഒരു വശത്തോട് നമ്മൾ നോക്കണം. ബാങ്കിന് ഏറ്റവും കൂടുതൽ വേണ്ടത് ഒരു സ്പീഡാണ്. സ്പീഡ് വെച്ച് മാത്രമുള്ളൊരു കളിയാണ് ബാങ്ക്. GK ഒന്നും പഠിക്കുക പോലും വേണ്ട, നമുക്ക് മാത്സ് മാത്രം നോക്കി, മാത്സ് റീസണിങ്ങും പിന്നെ ഇംഗ്ലീഷും ഒക്കെ നോക്കി തന്നെ നമുക്ക് കിട്ടുന്നൊരു എക്സാമാണ് ബാങ്ക്. അത് നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് നമ്മൾ അസസ് ചെയ്യണം. അത് പെട്ടെന്ന് വരുന്ന ഒരാൾക്ക് പറ്റില്ല, പക്ഷെ ഒരു
6 മാസത്തോളം നമ്മൾ ഈ ഒരു ഫീൽഡിൽ ഇറങ്ങുമ്പോൾ നമുക്ക് പയ്യെ അതിനെപ്പറ്റി പഠിക്കാൻ പറ്റും. തുടക്കത്തിൽ വരുന്ന ഒരാൾക്ക് ഇതിനെപ്പറ്റി ഒന്നും അവെയർ ആയിരിക്കത്തില്ല. പക്ഷെ പയ്യെ പയ്യെ നമ്മൾ അതിനെപ്പറ്റി അന്വേഷിച്ച് നമുക്ക് ഒരു ഇൻസൈറ്റ് കിട്ടും ഏതാണ് നമുക്ക് പറ്റിയ ഒരു ഫീൽഡ് എന്നുള്ളത്. ദേവഹരിയുടെ ജേണി എന്തായിരുന്നു? ലൈക്ക് എക്സാം, ഒരു ഗവൺമെന്റ് ജോബ് വേണം, അല്ലെങ്കിൽ അതിന് ട്രൈ ചെയ്ത് തുടങ്ങാം, അവിടെ മുതൽ ഇന്ന് വരെയുള്ള ഒരു ജേണി ഷോർട്ട് ചെയ്ത് പറയാം. ജേണി എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, ആദ്യം എനിക്ക് ഗവൺമെന്റ് ജോബ് എന്നുള്ളൊരു വലിയ സ്വപ്നമൊന്നും ഇല്ലായിരുന്നു. പയ്യെ പയ്യെ പയ്യെയാണ് അങ്ങനെ ഒരു ജേണിയിലോട്ട്, ആ ഒരു അംബീഷനിലോട്ട് വന്നു തുടങ്ങിയത്. ഒരു ഗവൺമെന്റ് ജോബ് കിട്ടണം, ക്രാക്ക് ചെയ്യണം എന്നുള്ളത്. ഇപ്പം ഇവിടെയൊക്കെ ഞാൻ വരുമ്പം എല്ലാവരുടെ അടുത്തും ഞാനിങ്ങനെ തമാശയ്ക്ക് ക്ലാസ്സിലിരിക്കുമ്പോഴൊക്കെ പറയായിരുന്നു കസ്റ്റംസ് കിട്ടണം, അല്ലെങ്കിൽ ഇൻകം ടാക്സ് കിട്ടണം എന്നൊക്കെ ഞാനിങ്ങനെ തമാശയ്ക്ക് പറയുമായിരുന്നു. കാരണം അന്ന് ഇതൊക്കെ അറിയത്തുള്ളൂ. നമ്മൾ വന്നപ്പോൾ ഈ 2 ഡിപ്പാർട്ട്മെന്റ് അറിയാം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതായിരിക്കും SSC എന്നുള്ളൊരു രീതിയിലാണ്. അപ്പം തമാശയ്ക്ക് നമ്മളിങ്ങനെ പറയും, നാളെ ഞാൻ ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ ആവും, അല്ലെ കസ്റ്റംസിൽ ഓഫീസർ ആവും. അതൊക്കെ ഉള്ളായിരുന്നു എൻ്റെ ഒരു മനസ്സിൽ. പിന്നെ പയ്യെ പയ്യെ SSC എന്താണെന്നും അതിലൂടെ വരുന്ന ഓപ്പർച്യൂണിറ്റീസ് എന്താണെന്ന് ഒക്കെ മനസ്സിലാക്കി തുടങ്ങി. പിന്നെ അതിനുവേണ്ടി വർക്ക് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, എനിക്ക് ഈ ഇന്ന ഡിപ്പാർട്ട്മെന്റ് വേണം, ഇന്നടത്തോട്ട് എനിക്ക് പോകണം. അത് SSCനെ പറ്റി മനസ്സിലാക്കിയപ്പോൾ കുറച്ചും കൂടെ താല്പര്യം വന്നു തുടങ്ങി. ഈ ജോലി കിട്ടണം, അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് ഇന്ന ഡിപ്പാർട്ട്മെന്റ് കിട്ടുമ്പോൾ നമുക്ക് കുറച്ച് ആ ഒരു ആഗ്രഹം, മനസ്സിനുള്ളിലൊരു ആഗ്രഹമുണ്ട് ഇന്ന ഡിപ്പാർട്ട്മെന്റ് ആണ്. ചിലപ്പോൾ ആ ഡിപ്പാർട്ട്മെന്റ് എന്താണെന്ന് ഞാൻ കറക്റ്റായിട്ട് അറിയത്തില്ലായിരിക്കും, അതിന്റെ വർക്കിംഗ് നേച്ചർ എന്തോന്ന് അറിയത്തില്ലായിരിക്കും. പക്ഷെ മനസ്സിൽ നമ്മളിങ്ങനെ ഒരു വലിയ ഡ്രീം ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് അതാണ് എന്നെ മോട്ടിവേറ്റ് ചെയ്തത് ഇതിനകത്തോട്ട് നിൽക്കുക എന്നുള്ളത്. ഇവിടെ തന്നെ നിൽക്കുക, പോകരുത്. വേണമെങ്കിൽ ഇപ്പം വേറെ ഏതെങ്കിലും ജോബ് തപ്പിപ്പോവാം, പ്രൈവറ്റ് ജോബൊക്കെ തപ്പിപ്പോവാം. പക്ഷെ വേണ്ട, ഇവിടെ തന്നെ നിന്നാൽ മതി. ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തണം എന്നുള്ളൊരു ആഗ്രഹം. അപ്പോൾ നിങ്ങൾക്ക് കർമ്മ അക്കാഡമിയിൽ പഠിച്ചപ്പോൾ അതുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് അഡ്വാൻറ്റേജസ് ഉണ്ടായത്? എങ്ങനെയാണ് നിങ്ങൾ അക്കാഡമിയുടെ സൈഡിൽ നിന്ന് നിങ്ങൾക്ക് സപ്പോർട്ട്? അക്കാഡമിയുടെ സൈഡിൽ നിന്നാണ് മൊത്തം രീതിയിലൊരു സപ്പോർട്ട് കിട്ടിയത്. ഇപ്പം എന്താണ് SSC, എന്താണ് അല്ലെങ്കിൽ കോമ്പറ്റേറ്റീവ് എക്സാംസ് എന്താണ് എന്നെല്ലാം മനസ്സിലാക്കി തന്നത് ഈ അക്കാഡമി വന്ന് നിന്നപ്പോഴാണ്. അപ്പം തുടക്കത്തിലെ ഒരു ബേസ് തൊട്ട് പഠിപ്പിച്ച് തുടങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്നെ സംബന്ധിച്ചൊരു വലിയ കാര്യമാണ്. എനിക്ക് എല്ലാ അടിത്തറ ഇട്ട് തന്നത് ഈ അക്കാഡമി വന്നതിന് ശേഷമാണ്. അതിപ്പം എല്ലാ ഫാക്കൽറ്റി മെമ്പേഴ്സ് ആണെങ്കിലും, കിരൺ സാർ ആണെങ്കിലും, ഇവിടെയുള്ള വന്നിട്ടുള്ള എല്ലാ ട്യൂട്ടേഴ്സ് ആണെങ്കിലും അവർ കാരണമാണ് എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് നേടാൻ പറ്റിയത്. അവരുടെ ക്ലാസ്സുകളും ഒക്കെയാണ് എനിക്ക് ഒരു ബേസ് ഉണ്ടാക്കി തന്നത്. അവിടുന്ന് ഞാൻ പിടിച്ചു കയറി. ഇപ്പം എല്ലാവരും പഠിക്കണം, എല്ലാവരും തന്നെ ഇരുന്ന് ഒരു സെൽഫ് സ്റ്റഡി നടത്താതെ ഒരിക്കലും നേടാൻ പറ്റത്തില്ല. പക്ഷെ ആ പഠിക്കണമെങ്കിൽ അതിനൊരു ബേസ് വേണം. ചുമ്മാ ഇരുന്ന് ഒരു ബുക്ക് തുറന്ന് പഠിക്കാൻ പറ്റില്ല. അതിനെപ്പറ്റി അറിയണമെങ്കിൽ അത് ടീച്ചേഴ്സിനെ കൊണ്ടേ പറ്റത്തുള്ളൂ. അങ്ങനെ എനിക്ക് നല്ല സപ്പോർട്ട് ഉണ്ടായി. പിന്നെ ഈ ഒരു ക്ലാസിന്റെ അറ്റ്മോസ്ഫിയർ, ഇവിടെ ഒരു ടെസ്റ്റ് ഇടുമ്പം നമുക്ക് ബാക്കിയുള്ളവരെ വെച്ച് നമുക്ക് അളക്കാൻ പറ്റും. ഞാൻ എവിടം വരെ എത്തി, എൻ്റെ ഒരു പ്രോഗ്രസ് അളക്കാൻ പറ്റും. പിന്നെ ഇപ്പം കിരൺ സാർ നടന്ന വാല്യുവേഷൻ ആണെങ്കിലും എല്ലാ സ്റ്റുഡൻസിനെയും വെച്ചിട്ട് അതൊക്കെ നമ്മുടെ പോരായ്മകളെയും നമ്മുടെ പ്രശ്നങ്ങളെയൊക്കെ കുറെ കൂടെ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. ടെസ്റ്റുകൾ എഴുതാറുണ്ടായിരുന്നോ ദേവഹരി? ടെസ്റ്റുകൾ ഞാൻ മുടങ്ങാതെ എഴുതുന്നുണ്ടായിരുന്നു. എന്നും ഒരു ടെസ്റ്റ് ഇടുമായിരുന്നു. അപ്പം അതെല്ലാം കറക്റ്റായിട്ട് ഇടുമായിരുന്നു. പിന്നെ ഇടയ്ക്ക് വെച്ച് മാത്സിന് അത് ഭയങ്കരമായിട്ട് എനിക്ക് ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയൊരു സംഭവമാണ്. മാത്സിന് എല്ലാ ദിവസവും ഓരോ സെക്ഷണൽ ടെസ്റ്റ് ഇട്ടിട്ട് വൈകുന്നേരം അതിൻ്റെ അനാലിസിസ് നടത്തുന്നത്. ആ സമയത്താണ് ഓരോ സെക്ഷനിലായിട്ട് ഇങ്ങനെ പഠിച്ച് അന്ന് രാത്രി പോയിരുന്നു. രാത്രി ഇരുന്ന് പഠിക്കുന്നത് ശരിയല്ല, എന്നാൽ ആ തലേന്നിരുന്ന് പഠിക്കുക. പക്ഷെ പിന്നെ ഞാൻ വീട്ടിൽ ചെന്നിട്ട് ആ ടെസ്റ്റ് വെച്ച് നോക്കിയിട്ട് ഓക്കെ ഇന്ന ഇപ്പം പെർസെൻറ്റേജിൻ്റെ ഒരു ടെസ്റ്റ് നടത്തി, നാളെ ടൈം ആൻഡ് വർക്കിൻ്റെ ടെസ്റ്റ് ആയിരിക്കും നടത്തുക. അപ്പം ഓരോ ടെസ്റ്റ് നടത്തുമ്പോഴും നമുക്ക് അറിയാൻ പറ്റി ഈ സെക്ഷനകത്ത് ഞാൻ വീക്കാണ്, അല്ലെങ്കിൽ ഈ ടോപ്പിക്കിൽ ഞാൻ വീക്കാണ്, ഈ ടോപ്പിക്കിൽ ഓക്കെ ഞാൻ അത്യാവശ്യം സ്ട്രോങ് ആണ് എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കി. ഇപ്പം ഞാൻ വീട്ടിൽ ഇരുന്ന് പഠിച്ചായിരുന്നെങ്കിൽ എനിക്കത് പറ്റില്ല. വീട്ടിൽ ഇരുന്നൊരു ഫുൾ മോക്ക് ചെയ്യുമ്പം ഒരിക്കലും ഞാൻ ഏതൊക്കെ ടോപ്പിക്കിനാണ് വീക്ക്, ഏതൊക്കെ ഇപ്പം ഒരു സബ്ജക്റ്റ് മാത്രം എടുക്കുക, റീസണിങ്ങിൻ്റെ ഒരു ഒറ്റ സബ്ജക്റ്റ് എടുക്കുമെന്ന് അതിനകത്ത് തന്നെ എവിടേക്കാണ് ഞാൻ വീക്ക്, എവിടേക്കാണ് സ്ട്രോങ് എന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ ആ ഒരു സെക്ഷനിൽ അതിനകത്തെ ടോപ്പിക് വൈസ് ടെസ്റ്റ് നടത്താതെ നമുക്ക് ഒരിക്കലും അറിയത്തില്ല, ചാപ്റ്റർ ടെസ്റ്റ് ഇടാതെ. അങ്ങനെ ടെസ്റ്റ് ഇടാൻ തുടങ്ങിയപ്പോൾ റീസണിങ്ങിനും മാത്സിനും ഞാൻ മുടങ്ങാതെ അത് അറ്റൻഡ് ചെയ്യുമായിരുന്നു. ഇവിടെ എല്ലാവരും വന്നിട്ട് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ആക്ച്വലി ഒരുപാട് മനസ്സിലായി തുടങ്ങി. എവിടേക്കാണ് നമുക്ക് വീക്ക്നെസ് ഉള്ളത്, എവിടേക്കാണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടത്, എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അന്നന്ന് വൈകുന്നേരം ക്ലാസ്സുകളും ഉണ്ടായിരുന്നു ആ ടെസ്റ്റ് അനാലിസിസ് ചെയ്തിട്ടുള്ളത്. അപ്പം നമുക്ക് ഒരുപാട് മനസ്സിലായി തുടങ്ങി എവിടേക്കാണ് നമ്മുടെ പ്രശ്നങ്ങൾ, എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമെന്നുള്ളത്, ഓരോ ക്വസ്റ്റ്യനിലോട്ടുള്ളൊരു അപ്രോച്ചുകളൊക്കെ എങ്ങനെ ശരിയാക്കാം.
നമുക്കിവിടെ ക്ലാസ്സസ് ഉണ്ടായിരുന്നു, അതിനുശേഷം ടെസ്റ്റുകൾ ഉണ്ടായിരുന്നു, അതിൻ്റെ ഡൗട്ട് ക്ലിയറൻസ് ഉണ്ടായിരുന്നു, ചില സമയത്ത് ടോപ്പിക്കുകൾ ഇരുത്തി പഠിപ്പിക്കുക, അതിനുശേഷം ക്വസ്റ്റ്യൻ ചോദിക്കുക, ഇമ്പോഷൻ തരിക, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പം ഇതിൽ ഏതൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നി? സാറിപ്പോൾ പറഞ്ഞ എല്ലാ ടോപ്പിക്കും എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഇതെല്ലാം ഏതൊക്കെയോ രീതിയിൽ യൂസ്ഫുൾ ആയിട്ടുണ്ട്. ഒരിക്കലും അതൊന്നും യൂസ്ഫുൾ ആയിട്ടില്ലെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഇവിടെ തരുന്ന മെന്റർ സപ്പോർട്ട് ആണെങ്കിലും ക്ലാസ്സസ് ആണെങ്കിലും നോട്ട്സ് ആണെങ്കിലും ഇപ്പം ഇരുത്തി പഠിപ്പിച്ചിട്ടുണ്ട്. ചില സമയത്ത് ഇമ്പോസിഷൻ തന്നിട്ടുണ്ട്. അന്നത് ടാഗിൽ തന്നെ ഞാൻ ഇമ്പോസിഷൻ എഴുതുന്നത്. പക്ഷെ പിന്നെ മനസ്സിലായി ഓക്കെ അതുകൊണ്ട് ഞാൻ കുറെ കാര്യങ്ങൾ പഠിച്ചു. അന്നേരം നമുക്ക് ചിലപ്പം നമുക്കത് ഒരു ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടായിരിക്കാം. പക്ഷെ പിന്നെ മനസ്സിലായി അതുകൊണ്ട് ഒരു യൂസേ ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും ഒരു ദോഷം ഉണ്ടായിട്ടില്ല. അതൊക്കെ എന്നെ എന്തെങ്കിലുമൊക്കെ രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് പ്രിപ്പറേഷനിൽ എന്തെങ്കിലും സജഷൻ കൊടുക്കാനുണ്ടോ? ഇന്ന രീതിയിൽ ചെയ്താൽ ബെറ്റർ ആയിരിക്കും, അല്ലെങ്കിൽ അവർ മനസ്സിൽ കീപ്പ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തെങ്കിലും അവരോട് പറയാൻ ആഗ്രഹം? എനിക്ക് മെയിനായിട്ട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ എല്ലാവരുടെയും എബിലിറ്റി വേറെ വേറെ ആയിരിക്കും. എല്ലാവരും ഒരേ രീതി പഠിക്കണമെന്നൊന്നുമില്ല. ഇപ്പം അടുപ്പിച്ച് അഡ്മിഷൻ എടുത്ത ഒരു 10 കുട്ടികളുണ്ടെങ്കിൽ 10 പേര് ഒരുമിച്ച് ജോലിക്ക് പ്രവേശിക്കണമെന്നൊന്നുമില്ല. ഒരാൾ ഒരു വർഷത്തിൽ കിട്ടുമായിരിക്കും, മറ്റേ ആൾക്ക് ചിലപ്പോൾ 2-3 വർഷം എടുക്കുമായിരിക്കും. അപ്പോൾ ഒരിക്കലും എൻ്റെ അപ്പുറത്തിരിക്കുന്ന ആൾക്ക് ജോലി കിട്ടി, എനിക്ക് കിട്ടിയില്ല, അല്ലെങ്കിൽ എനിക്ക് മാർക്ക് കുറവാണ് എന്ന് പറഞ്ഞ് നമ്മളൊരിക്കലും നമ്മൾ ഡീമോട്ടിവേറ്റഡ് ആകരുത്. കാരണം ഇതിപ്പം നമ്മളൊരു കോളേജിലിരിക്കുന്ന സ്കൂളിലിരിക്കുന്ന പോലെ അല്ല. ഇതിപ്പം നമുക്ക് ടൈം എടുത്ത് നമ്മുടെ കേപ്പബിലിറ്റിക്ക് അനുസരിച്ച് നമ്മൾ പഠിച്ചാൽ മതി. ഒരിക്കലും ബാക്കിയുള്ളവരെ വെച്ച് നോക്കിയിട്ട് അവസാനം നമ്മൾ ഡീമോട്ടിവേറ്റ് ആയി പോകരുത്. എൻ്റെ കൂടെ ഉള്ളവന് ചിലപ്പം കുറച്ചും കൂടെ ബുദ്ധി ഉള്ളവനായിരിക്കും, അവന് കുറച്ചും കൂടി ഇന്റലിജന്റ് ആയിരിക്കും, അവർ ചിലപ്പം നേരത്തെ ജോലി കിട്ടി പോകും എന്ന് വെച്ച് അത് നമുക്ക് മോട്ടിവേറ്റിംഗ് ഫാക്ടർ ആയിരിക്കണം. ഒരിക്കലും അത് വെച്ചിട്ട് അയ്യോ അവന് കിട്ടി എനിക്ക് കിട്ടിയില്ല അപ്പം ഞാൻ ഒന്നിനും കൊള്ളാത്തവനാ എന്ന് വിചാരിക്കരുത്. മറിച്ച് അവന് കിട്ടി, അപ്പം അവൻ്റെ അത്രയും ഞാനും വർക്ക് ചെയ്താൽ എനിക്കും കിട്ടും. ചിലപ്പം പെട്ടെന്ന് കിട്ടിയില്ല എന്ന് വരാം. പക്ഷെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു ഗവൺമെന്റ് ജോബ് ക്രാക്ക് ചെയ്യുന്നത് പല ആൾക്കാരും 4-5 വർഷമൊക്കെ എടുത്തിട്ടാണ്. 1 വർഷത്തിൽ ക്രാക്ക് ചെയ്യുന്നവരും ഉണ്ട്. പക്ഷെ എത്ര വർഷത്തിൽ ക്രാക്ക് ചെയ്താലും കിട്ടുന്നത് ജോലി തന്നെയാണ്. അതിനകത്ത് നമ്മൾ എത്ര വർഷം അതിനകത്ത് എടുത്തു എന്നുള്ളത് വെച്ച് ആരും ഒരിക്കലും നമ്മൾ അതിനകത്ത് ഒരാൾ മോശമായി കാണത്തില്ല. അത്രയും നമുക്ക് വർക്ക് ഇടാനുള്ള മെന്റാലിറ്റി ഉണ്ടെങ്കിൽ നമുക്കത് ചെയ്യാനും പറ്റും. ഒരിക്കലും നേരത്തെ കിട്ടിയോണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. ചെറുപ്പത്തിൽ നമുക്ക് ജോലി കിട്ടിയെന്ന് മാത്രമേ ഉള്ളൂ. എത്ര വൈകിയാലും നമുക്ക് ആ ഒരു ഇഷ്ടം ഉണ്ടെങ്കിൽ അതിൻ്റെ പുറകെ തന്നെ പോവുക, ഒരിക്കലും നിർത്തരുത്. ഇനി പഠിക്കുന്ന കുട്ടികളോട് എനിക്ക് പറയാനുള്ള വേറൊന്നുമല്ല, ഇവിടെ വരുന്ന എല്ലാവരെ കൊണ്ട് പറ്റുന്ന കാര്യം തന്നെയാണിത്. ഒരു വലിയ ആനക്കാര്യമൊന്നുമല്ല. ഇപ്പം നമ്മൾ പഠിക്കുന്ന സിലബസ് വലിയ സിലബസ് ഒന്നുമല്ല, ചെറിയ സിലബസ് ആണ്. നമുക്കത് പഠിച്ച് മാക്സിമം എഫിഷ്യൻ്റ് ആയിട്ട് എക്സാം എഴുതാന്നുള്ളതേ ഉള്ളൂ. പ്രാക്ടീസാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. എത്രമാത്രം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നു അത്രയും തന്നെ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യും. ഞാൻ തന്നെ ഒരു ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടുള്ള സ്റ്റുഡൻ്റ് ഒന്നുമല്ല. എന്നെ കൊണ്ട് പറ്റുമെങ്കിൽ ഇവിടെ എല്ലാവരെ കൊണ്ടും പറ്റും. ആ ഒരു കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. ഞാനിവിടെ വന്നതൊരു ആവറേജ് ആയിട്ടാണ്, ഇപ്പോൾ പോകുന്നത് ഞാനൊരു ആവറേജ് ആയിട്ട് തന്നെയാണ്. പക്ഷേ എവിടേക്കും എനിക്ക് ഒരു എക്സാം പെർസ്പെക്റ്റീവിൽ എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റിയെന്ന് എനിക്കറിയാം. ഒരിക്കലും അത് എൻ്റെ ഉള്ളിലെ ഇൻബോൺ കേപ്പബിലിറ്റി കൊണ്ടൊന്നുമല്ല, ഞാൻ ചെയ്ത പ്രാക്ടീസ് കൊണ്ടും എനിക്ക് കിട്ടിയ ക്ലാസ് കൊണ്ടും ഞാൻ യൂസ് ചെയ്ത നോട്ട്സും കൊണ്ടും ഒക്കെ തന്നെയാണ് എനിക്ക് പറ്റിയത്. എല്ലാവരെ കൊണ്ടും അത് തന്നെ പറ്റും. അവരെല്ലാം ഒന്ന് ശ്രമിച്ചാൽ മാത്രം മതി. ആ ഒരു ഡിറ്റർമിനേഷൻ വേണം. നമുക്ക് പറ്റും, ഇത് കുറച്ച് താമസിച്ചാലാണെങ്കിലും നമ്മളെ കൊണ്ടത് പറ്റുമെന്നുള്ള ഒരു ഡിറ്റർമിനേഷൻ, ഒരു വാശിയൊക്കെ നമുക്ക് കൊണ്ട് വേണം. അല്ലെ എല്ലാവരെ കൊണ്ടും ഇതൊക്കെ. താങ്ക് യു ദേവഹരി. അപ്പോൾ ജോബിലും ഇനിയുള്ള ഫ്യൂച്ചറിലും എല്ലാ കാര്യത്തിനും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ.